ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ടാണ് സ്വാഗതം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുണ്ട്. അതായത് വേറൊന്നുമല്ല, ഒരു 2-2.5 മാസത്തോളമായിട്ട് നമ്മളെ ചാനലിൽ കോമഡീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ സീരിയലിൻ്റെ പ്രൊമോസ് ആണെങ്കിലും കൃത്യസമയത്ത് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ ഇടാനായിട്ട് നോക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പ ഒരു കുഴപ്പമില്ലാതിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് ഒരു 2-2.5 മാസത്തോളം പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരികയും ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ മറ്റും കൊണ്ടുപോയി. വാപ്പാക്ക് 4th സ്റ്റേജും കഴിഞ്ഞ് ഏറ്റവും ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇക്കടെ വാപ്പ മരണപ്പെട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഇന്നലെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറേ കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോയത്. അപ്പോൾ ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ നാളെ മുതൽ ഞാൻ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ വാപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാന്ത്വനം 2ൻ്റെ ഫുൾ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദ് നമ്മുടെ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് അയച്ച സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് കണ്ട് ശ്രീകല ചില കാര്യങ്ങളൊക്കെ ദേവിയുടെ ജീവിതത്തിലോട്ട് എടുക്കുകയാണ്. അതായത് ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് എന്തായാലും ഞാൻ ഒരു താക്കീത് തന്നെ ദേവമംഗലക്കാർക്ക് കൊടുക്കുമെന്ന രീതിയിൽ ശ്രീകല ദേവിയാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി പോവാണ്. ഈ ഡൈവേഴ്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾ കാരണമാണ്, നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമെന്നൊന്നും പറഞ്ഞിട്ട് ഉദയഭാനുവിൻ്റെ നേരെ ദേവി തിരിയാണ്. അവസാനം ദേവിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ശ്രീകല നമ്മുടെ ഉദയഭാനുവിനെയും കൂട്ടിക്കൊണ്ട് വന്നേ, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ മനുഷ്യ. എടി എങ്ങോട്ടാണ് പോണത്? അങ്ങോട്ട് ദേവമംഗലത്താണോ? എടി എന്തിനാടി അങ്ങോട്ട് പോണേന്ന് ഉദയഭാനു. അതെ, ഞാൻ പറയണത് കേട്ടണം, നിങ്ങൾ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. ഇനി ഒരു പെണ്ണും കൂടെ താഴെയുണ്ട്. മൂത്തവളെ അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ എവളെയും കൂടെ കെട്ടിച്ച് വിടണ്ടേ നമുക്ക്? നിങ്ങൾ വായി പൊളിച്ച് നിൽക്കേണ്ടേ എൻ്റെ കൂടെ വാ മനുഷ്യ. ഇതിന് പ്രതികാരം ഞാൻ ചെയ്തില്ലെങ്കിലേ ഈ ശ്രീകല പിന്നെ ആരാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല കിടന്നിങ്ങനെ ചാടണം. അങ്ങനെ ശ്രീകല ഉദയഭാനുവിനെയും കൊണ്ട് നേരെ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇത് കണ്ട ഉദയഭാനു പേടിച്ച് വിറയ്ക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിലോ എടി നമ്മളെ കള്ളത്തരം മൊത്തം അവർ പുറം ലോകം വിളിച്ച് പറഞ്ഞ് പോലീസുകാരെ അറിഞ്ഞാൽ നമുക്ക് അടി ദോഷം. നീ എന്ത് മണ്ടത്തര സ്ത്രീകളെ കാണിക്കുന്നത്? എന്ത് മണ്ടത്തരം? ഒരു പെണ്ണിന് സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകൊച്ചിനെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇന്ന് പോലീസും കോടതിയൊക്കെ പെണ്ണിൻ്റെ കൂടെ നിൽക്കുള്ളൂ, അല്ലാണ്ട് ആമ്പിള്ളേരെ കൂടെ അല്ല നിൽക്കുന്നത്. നിങ്ങളിങ്ങ് വന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തോളാം. അങ്ങനെ സ്ത്രീകളെ ഉദയഭാനുവിനെയും കൊണ്ട് പോവുകയാണ്. ഉദയഭാനുവിനാണെങ്കിൽ പേടിയോട് പേടിയാണ്. കാരണം തെറ്റ് മുഴുവനും നമ്മുടെ ഭാഗത്താണെന്ന് ഉദയഭാനുവിന് ബോധമുണ്ട്. പക്ഷേ ശ്രീകലയ്ക്ക് അതല്ല, അവർക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. കാരണം ഒന്ന് പേടിപ്പിച്ച് അവസാനം കോംപ്രമൈസ് ആക്കി എടുത്ത് ദേവിയെ അങ്ങോട്ടേക്ക് അയക്കാം എന്ന ഒരു തീരുമാനമായിരുന്നു ശ്രീകലയ്ക്ക്. അങ്ങനെ ശ്രീകല പോലീസ് സ്റ്റേഷനിൽ നെഞ്ചത്തടിച്ചുകൊണ്ട് കയറി ചെല്ലണം. അയ്യോ മേഡം, എൻ്റെ മോളുടെ ജീവിതം പോയേ മേഡം, ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിക്കാണ്. അവരൊക്കെ അന്തം വിടേണ്ടത് എന്താ സംഭവം, എന്താ കാര്യം എന്നുള്ളത്. ശ്രീകല ആ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മിടിക്കുകയാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് അങ്ങോട്ട് എത്തിച്ച് പിടിപ്പിക്കാൻ ശ്രീകല കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. ഉദയഭാനു നേരെ ഓപ്പോസിറ്റാണ്. പോലീസ് എന്ന് കേട്ട ഉദയഭാനുവിന് ഭയങ്കര പേടിയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ ഉദയഭാനു ശ്രീകലയുടെ പുറകിൽ ഇങ്ങനെ മാറി നിന്നുകൊണ്ട് ശ്രീകലയാണ് കയറി മുന്നോട്ട് പോണത്. ഈ സമയത്ത് ദേവമംഗലക്കാരിതൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ആനന്ദ് ഈ ഡൈവേഴ്സ് നോട്ടീസ് അയച്ച കാര്യം അവരെല്ലാവരും അറിയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദേവി അങ്ങനെ കാണാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല ദേവി ഞാനുമായിട്ട് എന്നുള്ള തീരുമാനത്തോടു കൂടെ തന്നെയാണ് ആനന്ദ് ആ ഡൈവേഴ്സ് നോട്ടീസ് ദേവിയുടെ പേരിൽ അയക്കണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവമംഗലക്കാർക്ക് നല്ല 8ൻ്റെ പണി കൊടുക്കുകയാണ് നമ്മുടെ ശ്രീകല. കാര്യം വേറൊന്നുമില്ല, കാരണം ഈ ഒരു കേസ് നല്ല രീതിയിൽ തന്നെ ദേവമംഗലക്കാരെ ബാധിക്കുന്നുണ്ട്. കാരണം ആ രീതിയിൽ ഒരു പെൺകുട്ടി സ്ത്രീധനത്തിൻ്റെ പേരിൽ പിടിച്ച് പുറത്താക്കണതും അതൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ ശ്രീകല പോലീസുകാരോടൊക്കെ പറയുന്ന ഒരു സീനാണ് വരുന്നത്.
കാരണം ഗോമതി സ്റ്റോറിൽ നിന്ന് പൈസ എടുക്കുന്നതും എല്ലാം ആനന്ദിൻ്റെയൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും അറിയും. പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ തിരിയും എന്നുള്ള പേടിയായിരുന്നു ദേവാനൂന്. അങ്ങനെ സ്ത്രീകൾ ചെന്നിട്ട് പറയണം, മാഡം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് കരയണത്? എന്താ കാര്യം? കാര്യം പറയോ? അയ്യോ മാഡം, എൻ്റെ മോളെ കല്യാണം കഴിച്ച് ആ ദേവമംഗലം എന്ന് പറയുന്ന കുടുംബത്തെ അയച്ചു. സ്ത്രീധനത്തിൻ്റെ പേരിൽ എൻ്റെ മോളെ പീഡിപ്പിച്ച് ദേ ഇപ്പൊ വിവാഹമോചനം ഡൈവോഴ്സ് നോട്ടീസ് അയച്ചേക്കുന്നു മാഡം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ കരഞ്ഞ് നിൽക്കണം. അപ്പോഴേക്കും നമുക്ക് അന്വേഷിക്കാം, നിങ്ങൾ സമാധാനപ്പെടും. അങ്ങനെ സ്ത്രീകള കാര്യങ്ങളെല്ലാം ആ SIയോട് പറയണേ. അപ്പൊ അവര് പറഞ്ഞു, ഓഹോ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി ഇപ്പൊ തന്നെ തരാൻ പറയണേ. അങ്ങനെ സ്ത്രീകളെ അവിടെയുള്ള ഒരു പോലീസുകാരനെ കൊണ്ട് കംപ്ലൈന്റ് ഒക്കെ എഴുതി റെഡിയാക്കി എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് കൊടുത്തിട്ട് പോകുമ്പോൾ SI പറയും, ഞങ്ങൾ എന്തായാലും ഇത് അന്വേഷിച്ചിട്ട് ഇതിനെതിരെ നമ്മൾ കേസ് എടുത്തോളാം, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറയും. അങ്ങനെ അവര് കംപ്ലൈന്റ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയാണ്. അപ്പോഴേക്കും ഉദയഭാനു പറയും, എടീ സ്ത്രീകളെ, ഇത് നമുക്കിട്ട് തിരിച്ച് പണി കിട്ടാനുള്ള വകുപ്പാണ് നീ ഈ ചെയ്യണത്. മനുഷ്യ, നിങ്ങളൊന്ന് പേടിക്കാണ്ടിരിക്കുക, ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പൊ ഈ സമയം നമ്മുടെ മിത്രം വിളിച്ചിട്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആര്യ ഇങ്ങനെ നമ്മുടെ ആനന്ദേട്ടൻ ഡൈവോഴ്സ് നോട്ടീസ് നമ്മുടെ ദേവിയേട്ടത്തേക്ക് അയച്ചു, ഒന്ന് സംസാരിക്കേണ്ടായിരുന്നു. അങ്ങനെ ആര്യൻ നമ്മുടെ ഗോമതി സ്റ്റോറിലോട്ട് ചെല്ലണം. അപ്പൊ അവിടെ ആകാശുണ്ട്, മറ്റേ നമ്മുടെ ബാലനുണ്ട്, രാമേട്ടനുണ്ട്, അപ്പൊ ഒരു ആനന്ദമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആര്യനകത്തോട്ട് ചെന്നിട്ട് ആനന്ദമായിട്ട് സംസാരിക്കണം, ആനന്ദേട്ട ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അയച്ചാൽ മതിയായിരുന്നു. കാരണം നിങ്ങൾ തമ്മിൽ, കാരണം ദേവിയേട്ടത്തിയുടെ ഭാഗത്ത് ദേവിയേട്ടത്തി അച്ഛനും അമ്മയും പറയണത് കേട്ട് നിന്നു എന്നല്ലാണ്ട് ദേവിയേട്ടത്തിയുടെ മനസ്സും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതല്ലേ. ദേവിയേട്ടത്തി തെറ്റായിട്ട് എന്താ ചെയ്തത്? അവര് പറഞ്ഞ കള്ളത്തരം അതിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്നല്ലാണ്ട് ദേവിയേട്ടത്തി എന്ത് തെറ്റ് ആനന്ദേട്ട ചെയ്തത് എന്നൊക്കെ പറയണ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നീ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, എൻ്റെ മനസ്സിൽ ഇനി അവൾ ഒരിക്കലും ഉണ്ടാവില്ല ആര്യ. എന്നാൽ ആനന്ദേട്ട ഒന്ന് ആലോചിക്കണ്ടേ. അപ്പം നമ്മുടെ ആകാശ് പറയാം, എടാ ആര്യ, നീ ദേവിയേട്ടത്തിക്കും കുടുംബത്തിനും വേണ്ടിയിട്ടൊന്നും വക്കാലത്ത് പിടിക്കേണ്ട കാര്യമില്ല. ആ കുടുംബമൊക്കെ നമ്മളോട് ചെയ്തത് നീ ഇത്ര വേഗം മറന്നോ? അതല്ല, അവരുടെ ജീവിതം അങ്ങനെ ഇങ്ങനെ കളയണോ ആകാശേട്ടാ? അതുകൊണ്ടാ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, എടാ ആര്യ, ആനന്ദ് തീരുമാനം എടുക്കട്ടെ. അവൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇനി അവനൊരു തീരുമാനം എടുക്കട്ടെ. അവൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ആഗ്രഹം എന്താണോ അതുപോലെ അങ്ങ് പോട്ടെ എന്ന രീതിയിൽ നമ്മുടെ ബാലനും പറയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പോലീസുകാര് ഇതെല്ലാം കേസും കാര്യങ്ങളൊക്കെ അന്ന് അന്വേഷിച്ചിട്ട് ഇവര് നേരെ ദേവമംഗലത്തോട്ട് വരാ കേട്ടോ. അപ്പൊ ദേവമംഗലത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിത്ര അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരൊന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മുടെ ഗോമതിയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. തുറക്കുമ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പ്, അതും കുറേ പേരുണ്ട്. അയ്യോ എന്താ മേഡം എന്നൊക്കെ ചോദിച്ച് ഗോമതി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഇതിനെതിരെ ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടി, ഒരു പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കണു എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും മിത്ര എഴുന്നേറ്റ് വരെയാണ്. അപ്പൊ എന്നിട്ട് ഗോമതി പറഞ്ഞു, അയ്യോ ഇത് ആരാ മേഡം, അങ്ങനെയൊന്നും ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടില്ല. അതെ, ഈ ആനന്ദിന്റെ ഭാര്യ ദേവി നിങ്ങളുടെ മരുമകളല്ലേ, ആ ദേവിയെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വെളിയിൽ വിട്ടു എന്ന് കേട്ടല്ലോ. മേഡം, ഞങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിലൊന്നും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കണം. അപ്പോൾ ആനന്ദും ഈ ബാലനൊക്കെ എവിടെയാണെന്ന് ചോദിക്കും. അവര് കടയിൽ പോയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ജീപ്പിൽ കയറും, ഞങ്ങൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ മിത്ര പറഞ്ഞു, അയ്യോ മേഡം, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ എങ്ങോട്ടും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ് മിത്ര വിഷമിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അല്ലാണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും അല്ല കുട്ടി, മാറി നിൽക്കുക, നിങ്ങൾ ആരാ? അത് ഞാൻ ഇവിടുത്തെ മരുമകളാണ് മേഡം എന്ന് പറയും. ഞങ്ങൾ ഇപ്പൊ തന്നെ വരും, അവരെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ ജീപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഗോമതി ആദ്യമായിട്ടാണ് ഗോമതിയുടെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറലും അതും ഇതും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഗോമതിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഈ സമയം പോലീസ് ജീപ്പ് വന്ന് കടയുടെ നേരെ നിൽക്കണം. അപ്പൊ രാമേട്ടൻ പറയും, ബാല, ഒരു പോലീസ് ജീപ്പ് വന്ന് ഇവിടെ നിപ്പുണ്ടല്ലോ. പോലീസ് ജീപ്പോ? ഇത് നമ്മുടെ കടയുടെ അവിടെ. അയ്യോ, അതിനകത്ത് നമ്മുടെ ഗോമതി ഉണ്ടല്ലോ. ബാലൻ അപ്പോഴേക്കും ഞെട്ടി എഴുന്നേക്കാണ്. അപ്പോഴും നോക്കുമ്പോൾ ശരിയാ, ഗോമതി അതിൻ്റെ അകത്തുണ്ട്. അപ്പോഴേക്കും ആ പോലീസുകാർ വന്നിട്ട് പറയും, അതെ ഇതല്ലേ ബാലന്റെ ഗോമതി സ്റ്റോർ, നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു പെൺകുട്ടിയുടെ സ്ത്രീധനത്തിന്റെ പേരിൽ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അപ്പൊ അത് ഞങ്ങൾക്ക് അന്വേഷിക്കാനാണ് എന്നൊക്കെ പറയും.
ഇത് കേൾക്കണതും ബാലൻ പെട്ടെന്ന് പേടിച്ചു പോവുകയാണ്. അങ്ങനെ ബാലൻ ശരി മേഡം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയാണ്. അപ്പോഴേക്കും ആനന്ദ് എവിടെയെന്ന് ചോദിച്ചാൽ ആനന്ദിനെയും കയറ്റുകയാണ്. അവർ രണ്ടുപേരും അകത്തോട്ട് ജീപ്പിനകത്തോട്ട് കയറാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഗോമതി അങ്ങനെ ഇരിക്കുക. അത് കണ്ടിട്ട് അവർക്ക് എന്തോ പോലെ ആയിപ്പോയാണ്. കാരണം എന്ന് വെച്ചാൽ ഗോമതിയെ ഇന്ന് വരെ ഈ ഒരു അവസ്ഥയിലെ സാഹചര്യത്തിലൊന്നും അവർക്ക് വരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഗോമതി പേടിച്ച് നിൽക്കുന്നു. അപ്പോൾ ബാലനും ആനന്ദും കൂടെ ഉണ്ടായപ്പോൾ അവർക്കൊരു സമാധാനമൊക്കെ ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഗോമതിക്ക് പേടിയായിപ്പോയി. അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ ഗോമതിക്ക് ഒരു സമാധാനം കിട്ടുകയാണ്. അങ്ങനെ അവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെ രാമേട്ടനൊക്കെ ആകെ ഇതായി പോവുകയാണ്. അയ്യോ! ബാലനും ഗോമതിയും ആനന്ദും ഒക്കെ പോയല്ലോ. അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ രാമേട്ടൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യനെ വിളിച്ചിട്ട് പറയണേ, "ആര്യ ഇങ്ങനെ മറ്റേ ദേവിയുടെ വീട്ടുകാരെന്തോ കംപ്ലയിന്റ് കൊടുത്തതിൻ്റെ പേരിൽ പോലീസ് വരികയും അമ്മയെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ജീപ്പിൽ കയറ്റി ഇവിടുന്ന് ബാലനെയും ആനന്ദിനെയും കൂടെ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കണ ആര്യം ഞാൻ ശരി രാമേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശിനെയും കൂടെ കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. ഈ സമയം തന്നെ പോലീസുകാർ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും ഈ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ചെയ്യണത്? കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഇതൊക്കെ തെറ്റല്ലേ? ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാമോ? അപ്പോഴേക്കും നമ്മുടെ ഗോമതി ബാലനൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതൊന്നുമല്ല കാര്യം, നമ്മുടെ കുടുംബത്തോട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തത് എന്നും ഇങ്ങനെ നമ്മുടെ നമ്മുടെ ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ആകാശവും ഒക്കെ വരുന്നത് സ്റ്റേഷനിലോട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെയായി തീരും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ ദേവി അറിഞ്ഞ ഒരു കാര്യമില്ല കേട്ടോ. ഇത് ശ്രീകലയും നമ്മുടെ ഉദയഭാനുവും കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇനിയിപ്പോ ദേവമംഗലത്തെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു എന്ന് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ട ദേവി ഒരുപാട് സങ്കടപ്പെടുകയും മാനസികമായിട്ടൊക്കെ തളർന്നു പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുക. എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക.